ജാതി ചോദിക്കരുത് പറയരുത് എന്ന് പറഞ്ഞ ഒരു മഹാമനുഷ്യന്റെ പ്രസ്ഥാനം കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പറയാനാണ് ഇന്ന് ഈ വീഡിയോ. ജാതി മതവും തലയ്ക്ക് പിടിച്ച് വെളിവില്ലാതെ വായി വരുന്ന എന്തും വിളിച്ചു പറയുന്ന ഒരു മനുഷ്യനായി തീർന്നിരിക്കുന്നു ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ബി സി ജോർജും വെള്ളാപ്പള്ളി നടേശനും വളരെ ഇന്റിമേറ്റ് ഫ്രണ്ടാണ്. കാരണം അവര് രണ്ടുപേരും വിചാരിച്ചാൽ കേരളത്തിലെ എല്ലാ മനുഷ്യരെയും ജാതിയും മതം വേർതിരിച്ച് കണ്ട്, അതേപോലെ ശശികല ടീച്ചർ, അവരും ഇതുപോലെ വിത്തുകൾ വിതറുന്ന, വിഷവാക്കുകൾ വിതറുന്ന ഒരു ടീച്ചറാണ് അവര്. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ ഒരിക്കലും ഈ വെള്ളാപ്പള്ളി നടേശൻ ഈ സമുദായത്തിന് എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ സ്വന്തം സമുദായത്തിന് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു നന്മ പ്രവൃത്തി എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇനി ചെയ്യുമോ? അതോ അടുത്ത ഇലക്ഷന് മകന് വേണ്ടി ഒരു സീറ്റിനുള്ള തത്രപ്പാടാണോ അദ്ദേഹം ചെയ്യുന്നത്? കാരണം പിണറായി സർക്കാരിന് വാനോളം പുകഴ്ത്തുന്നു. ആദ്യത്തെ പിണറായി സർക്കാർ വലിയ മികച്ച നേട്ടങ്ങളായിരുന്നു. അപ്പൊ രണ്ടാമത്തെ സർക്കാരിന് ഒരു നേട്ടവും ഇല്ലേ? ആദ്യത്തെ മന്ത്രിസഭയിലിരുന്ന വലിയ പ്രബുദ്ധരായ മന്ത്രിമാരായിരുന്നു. അപ്പൊ ഇപ്പൊ ഇരിക്കുന്ന മന്ത്രിമാർക്ക് പ്രബുദ്ധത ഇല്ലേ? അപ്പൊ ഇപ്പൊ ഇരിക്കുന്നതെല്ലാം എന്താ, മന്ദബുദ്ധികളാണോ? അതോ താങ്കൾ പറയുന്നതാണോ ഏറ്റവും ഈ രാജ്യത്തിന്റെ, അദ്ദേഹം പറയുന്ന ചില ടെക്നോളജികൾ, ചില ബുദ്ധിപരമായ നീക്കങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. കാരണം രാജ്യത്തെ നിലനിർത്താൻ. രാജ്യം ഇയാളുടെ കയ്യിൽ എവിടെ നിലനിർത്താനാണ്? രാജ്യം ഇദ്ദേഹത്തിന്റെ കയ്യിൽ എന്നാണ് ഭദ്രതയായത്? ഇതിനു മുമ്പും ഈ രാജ്യം ഭരിച്ചിരുന്ന മുസ്ലിം രാജാക്കന്മാര് വിചാരിച്ചിരുന്നെങ്കിൽ ഇന്ന് എത്രയോ ഈ ഇന്ത്യ മുഴുവനും മുസ്ലിമായി തീരുമായിരുന്നില്ലേ? പറയുന്നത് മറ്റൊരിടത്തുമല്ല, മലപ്പുറത്തെ കുറിച്ചാണ് അദ്ദേഹം വീണ്ടും 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 ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ മനുഷ്യനും അവിടെ ചെല്ലുമ്പോൾ പറയുന്നത്, ഞങ്ങൾക്ക് മലപ്പുറം വിട്ടു പോകാൻ താല്പര്യമില്ല, ഞങ്ങൾക്ക് മലപ്പുറം വിട്ടു പോകാൻ താല്പര്യമില്ല. എത്രയോ ഉദാഹരണങ്ങൾ കിടക്കുന്നു, എത്രയോ ആൾക്കാർ പറയുന്നു, എത്രയോ സർക്കാർ ഉദ്യോഗസ്ഥർ പറയുന്നു, എത്രയോ സാധാരണക്കാർ പറയുന്നു. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ മനുഷ്യരുടെ സ്നേഹവും ആ ബഹുമാനവും കണ്ട് പോകാൻ ആർക്കും താല്പര്യമില്ല. മലപ്പുറം അത്രയും സ്നേഹത്തോടെ സന്തോഷത്തോടെ കഴിയുന്ന ഒരു സ്ഥലമാണ്, ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. ആ മലപ്പുറം ജില്ലയാണ് ഇത്രയും ഇടിച്ചു താഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ കണിച്ചുകുളങ്ങരയിൽ താമസിക്കുന്ന ഈ വെള്ളാപ്പള്ളി നടേശൻ എങ്ങനെയാണ് മലപ്പുറത്തിനെ കുറിച്ച് ഇത്രയും മോശമായിട്ട് പറയുന്നത്? ഇദ്ദേഹവും മലപ്പുറവുമായി എന്താണ് ബന്ധം? ഈ മലപ്പുറക്കാർ ഇദ്ദേഹത്തിന് എന്താണ് ചെയ്തത്? കോളേജ് നടത്താൻ സമ്മതിക്കുന്നില്ല, സ്കൂള് നടത്താൻ സമ്മതിക്കുന്നില്ല. താങ്കൾ കെട്ടിക്കോളൂ. പലിശ രഹിതമായ ജീവിതമാണ് ശ്രീ നാരായണ ഗുരുസ്വാമി നിർദ്ദേശിക്കുന്നത്. മദ്യം ഒരു കാരണവശാലും വിൽക്കരുതെന്നാണ് വിൽക്കുകയും കുടിക്കുകയും ചെയ്യരുതെന്നാണ്. മദ്യത്തിനെതിരായിരുന്നു ശ്രീ നാരായണ ഗുരുസ്വാമി. പക്ഷേ താങ്കൾ ചെയ്യുന്നതോ? താങ്കളുടെ ഈ കേരളത്തിലെ ബാറുകൾ എടുത്തു നോക്കിയാൽ ഒരു 60% താങ്കളുടെ ജാതിയിലോ മതത്തിലോ വിശ്വസിക്കുന്നവരല്ലേ? അവരല്ലേ ഈ ബാറുകളെല്ലാം നടത്തുന്നത്, അല്ലേ? അപ്പോ ഈ നാരായണ ഗുരുസ്വാമിയുടെ ഈ വാക്കുകൾക്ക് എന്താണ് പ്രശസ്തി? അപ്പോഴപ്പോഴും ചെന്ന് മാലയും വിളക്കും കൊളുത്തി മാലയും ഇട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന് അദ്ദേഹത്തെ വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത് നിങ്ങൾ? അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് എവിടെയെങ്കിലും വില നൽകുന്നുണ്ടോ? അദ്ദേഹം ജാതി ചോദിക്കരുത് പറയരുത് എന്ന് പറഞ്ഞ് ഈ പ്രസ്ഥാനം വളർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചെങ്കിൽ കേരളത്തിന്റെ നവോത്ഥാന പുരുഷനാണ് അദ്ദേഹം. ഒരിക്കലും അദ്ദേഹത്തിന്റെ വാക്കുകളോ അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളോ നിങ്ങൾ വില കൽപ്പിക്കുന്നില്ല, അദ്ദേഹത്തെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണോ മലബാറിലെ മുസ്ലിങ്ങൾ എന്തെങ്കിലും ആഘോഷം നടക്കുമ്പോൾ അവിടെ കട തുറക്കാൻ പാടില്ല, അവര് എന്തോ വലിയ ഭീകരന്മാരാണ്? ഇത് ആരായി പറയുന്നത്? വെള്ളാപ്പള്ളി നടേശൻ. താങ്കൾക്ക് എന്ത് അധികാരമാണ് ഇങ്ങനെ മുസ്ലിങ്ങളെ അടച്ചാക്ഷേപിക്കാൻ? അവിടെയുള്ള മനുഷ്യര് വേണ്ടേ പറയാൻ? ആലപ്പുഴ ജില്ലയെ കണിച്ചുകുളങ്ങര കിടക്കുന്ന താങ്കൾ എങ്ങനെയാണ് മലപ്പുറം ജില്ലയിൽ കട തുറക്കാൻ പറ്റില്ല എന്ന് താങ്കൾ എങ്ങനെ പറയുന്നു? താങ്കൾക്ക് എങ്ങനെ അതിന് സാധിക്കുന്നു? മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ച താങ്കളും ഈ പി സി ജോർജും ഈ ശശികല ടീച്ചറും അതുപോലെ ചില ടീമുകളും പറയുന്നത് പോലെയാണോ എല്ലാ മനുഷ്യരും? അവിടെ ജീവിക്കുന്ന, ആ ജില്ലയിൽ ജീവിക്കുന്ന ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നും നോക്കാതെ, അല്ലെങ്കിൽ ജാതിയും മതവും നോക്കുന്ന മനുഷ്യർ തന്നെ പറയട്ടെ,
ഒരുപക്ഷെ നോമ്പ് കാലങ്ങളിൽ കട തുറക്കില്ലായിരിക്കാം. അതിപ്പോൾ അവിടെ മാത്രമല്ല, മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ്. മറ്റൊന്നും കൊണ്ടല്ല, ആൾക്കാർ ആഹാരം വാങ്ങി കഴിക്കുന്നത് കാണുമ്പോൾ അവൻ്റെ ആ നോമ്പിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമോ എന്ന് ആലോചിച്ചു കൊണ്ടാണ് അത് തുറക്കാത്തത്. അല്ലാതെ അതിനകത്ത് വേറെ ഒരു പ്രത്യേകതയുമില്ല. എന്ത് പ്രത്യേകത? ഒന്നും സംഭവിച്ചല്ലോ. വിശപ്പിന് ആഹാരം കഴിക്കും. കേരളത്തിലെ എല്ലാ സ്ഥലത്തും അങ്ങനെയാണോ? അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് എല്ലാ സ്ഥലത്തും അങ്ങനെയാണോ? മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഈ കച്ചവടം നടത്തുന്നത് ഒരുപക്ഷെ മുസ്ലിങ്ങളായിരിക്കാം. ആയതുകൊണ്ട് അവർ ആ സ്ഥാപനം തുറക്കുന്നില്ല. 5 മണിക്ക് ശേഷം അവർ തുറക്കും, അല്ലെങ്കിൽ നോമ്പ് തുറന്നതിന് ശേഷം അവർ തുറക്കും. ഈ 1 മാസം അടച്ചിട്ടേക്കാണ് ചെയ്യുന്നത്, അല്ലല്ലോ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ കടകൾ തുറക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു ഹോട്ടലുകളോ അങ്ങനെ അതെന്തെങ്കിലും വല്ല ചായയോ അങ്ങനെ എന്തെങ്കിലും വിൽക്കുന്നത് മാത്രമായിരിക്കും തുറക്കാത്തത്. മറ്റു മുറുക്കാൻ കടകളും കാര്യങ്ങളൊക്കെ തുറക്കും. പിന്നെ നോമ്പ് പിടിച്ചിട്ട് ആർക്കും ക്ഷീണിച്ച് ഇരുന്ന് കച്ചവടം ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും അതിൻ്റെ പിന്നിലുണ്ടാവും. അല്ലാതെ താങ്കൾ പറയുന്നത് പോലെ മതം തലയ്ക്ക് പിടിച്ച താങ്കളെ പോലുള്ള വ്യക്തികൾ പറയുന്നത് പോലെ എല്ലാ മുസ്ലിങ്ങളും അങ്ങനെ മോശക്കാരല്ല. മിസ്റ്റർ വെള്ളാപ്പള്ളി നടേശൻ, നിങ്ങൾ പറയുന്നത് വളരെ തെറ്റിദ്ധാരണയാണ്. ഈ മലപ്പുറം ജില്ലയിലെ മറ്റു മതസ്ഥരാണ് പറയേണ്ടത്, ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, ഞങ്ങൾക്ക് സ്ഥാപനങ്ങൾ തുറക്കാൻ അനുവദിക്കുന്നില്ല, ഞങ്ങളെ ഒരു തരത്തിലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഇവിടെ മതപരമായ എന്തെങ്കിലും ചടങ്ങ് നടക്കുമ്പോൾ ഞങ്ങളെ മറ്റൊന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല, അതിന് ഞങ്ങൾക്ക് അനുവാദമില്ല എന്ന് പറയേണ്ട ബാധ്യത, അല്ലെങ്കിൽ അതിനുള്ള ചുമതല, അതിനുള്ള ഉത്തരവാദിത്തം അവിടെ ജീവിക്കുന്നവർക്കാണ്, അല്ല താങ്കൾക്കല്ല. താങ്കൾ എന്തോ ദുരുദ്ദേശ്യത്തോടു കൂടിയാണ് ഈ വാക്ക് എപ്പോഴും മലപ്പുറത്തിനെ കുറിച്ച് ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ഫസിൽ കപൂർ സാറ് ഇദ്ദേഹത്തിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇദ്ദേഹത്തിന് ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച, അതായത് മതഭ്രാന്ത് പിടിച്ച മനുഷ്യനാണ് അദ്ദേഹമെന്ന്. തീർച്ചയായും മതഭ്രാന്ത് പിടിച്ച മനുഷ്യനാണ്. താങ്കളുടെ പ്രസ്ഥാനത്തിൽ ഈ സംഘടനയിൽ തന്നെ താങ്കൾക്കെതിരെ പലരും തിരിഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അത് താങ്കൾ മനസ്സിലാക്കുന്നുണ്ടോ? ഒരു സംശയം ചോദിക്കട്ടെ, താങ്കൾ വിശ്വസിക്കുന്ന ഈ പ്രസ്ഥാനത്തിന് താങ്കൾ എന്താണ് നല്ല കാര്യം ചെയ്തത്? എത്ര പേർക്കാണ് താങ്കൾ നല്ല കാര്യം ചെയ്തിട്ടുള്ളത്? ഈ കേരളത്തിന് വേണ്ടി താങ്കൾ എന്ത് നല്ല കാര്യം ചെയ്തിട്ടുണ്ട്? താങ്കൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? താങ്കൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് മകനൊരു സീറ്റാണോ? അതിനു വേണ്ടിയിട്ടാണോ പിണറായി സർക്കാരിനെ പുകഴ്ത്തുന്നത്? അതിനു വേണ്ടിയിട്ടാണോ പിന്നെ മറ്റുള്ള മതസ്ഥരെ ഇടിച്ചു താഴ്ത്തി പറയുന്നത്? ആണോ? താങ്കൾക്ക് താങ്കളുടെ പ്രസ്ഥാനം, അത് താങ്കളുടെ സംഘടനയുള്ള, താങ്കൾ വിശ്വസിക്കുന്ന, താങ്കൾ മുന്നോട്ട് കൊണ്ട് നടക്കുന്ന ഈ SNDPയുടെയും പിന്നെ NSSന്റെയും ആൾക്കാർ തന്നെ താങ്കളെ മോശമായ രീതിയിൽ പറയുന്നുണ്ട്, താങ്കളെ എതിർക്കുന്നുണ്ട്. അപ്പോൾ സ്വന്തം സംഘടനയിൽ തന്നെ എതിർപ്പുള്ളപ്പോൾ താങ്കൾ മറ്റു മതസ്ഥരെ ഇങ്ങനെ മോശമായ രീതിയിൽ പരാമർശിക്കാൻ താങ്കൾക്ക് ആരാണ് അധികാരം തന്നത്? മുസ്ലിങ്ങളെ ഇങ്ങനെ പിന്നെ മോശമായി പരാമർശിക്കാൻ താങ്കൾക്ക് എന്ത് അധികാരമാണുള്ളത്? താങ്കളെ എന്ത് ചെയ്തു? മുസ്ലിങ്ങൾ താങ്കളെ ഏത് തരത്തിലാണ് ദ്രോഹിച്ചത്? ഏതെങ്കിലും തരത്തിൽ താങ്കളെ ദ്രോഹിച്ചിട്ടുണ്ടോ? പിന്നെ കോൺഗ്രസിൽ ചേർക്കണമെങ്കിൽ മലപ്പുറത്ത് ചെന്ന് അവരുടെ അനുവാദം വാങ്ങണം. എന്ത് വെട്ടിത്തരമാണ് പറയുന്നത്? ഈ മലപ്പുറത്തുകാരുടെ മുസ്ലിം ലീഗിനെയോ മുസ്ലിങ്ങളെ കണ്ടിട്ടാണോ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഇന്ത്യയിൽ രൂപം കൊണ്ടത്? അല്ലെങ്കിൽ അവരുടെ അനുവാദം കൊണ്ടാണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് നടക്കുന്നത്? അപ്പൊ താങ്കൾ വിളിച്ചു പറയുന്നത് വിഡ്ഢിത്തനമാണ്. വിഡ്ഢിത്തനമല്ല, വിഡ്ഢിത്തനമായി അഭിനയിച്ച് താങ്കളുടെ ഉദ്ദേശം നേടുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് താങ്കളുടെ മുന്നിലുള്ളത്. ഇത്തരത്തിൽ ഒരു ജാതി, ഒരു മതത്തിന് ഇടിച്ചു താഴ്ത്തി പറയേണ്ട കാര്യമേ ഇല്ല. അതിന് താങ്കൾക്ക് യാതൊരു യോഗ്യതയുമില്ല. കാരണം നാരായണ ഗുരുവിന്റെ സന്ദേശങ്ങളും അദ്ദേഹത്തിന്റെ വചനങ്ങളും അദ്ദേഹത്തിന്റെ മാർഗങ്ങളും പിന്തുടരുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ ഒരിക്കലും മറ്റൊരു മതത്തിനെ ഇടിക്കാനോ താഴ്ത്താനോ അധികാരമില്ല, അവകാശമില്ല, അതിനുള്ള ഉത്തരവാദിത്വവും നിങ്ങൾക്കില്ല. അദ്ദേഹത്തിന്റെ പിന്നെ സന്ദേശങ്ങളും അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങളും ഉൾക്കൊള്ളുന്നു എന്ന് അഭിനയിക്കുകയാണെങ്കിൽ താങ്കൾക്ക് അതിന് സാധിക്കും. അതാണ് താങ്കൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ മറ്റു മതസ്ഥരെ ഇടിച്ചു താഴ്ത്തി പറയാതിരിക്കൂ. ഏത് മതമാകട്ടെ, മനുഷ്യൻ നന്നായാൽ മതി. ജാതിയും മതവും ഒന്നും ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു മഹാമനുഷ്യന്റെ പിന്തുടർക്കാരനാണ് താങ്കൾ.
പിന്മുറക്കാരനാണ് താങ്കൾ എങ്കിൽ ഇത്തരം വാക്കുകൾ ഉപയോഗിച്ച് ഇനിയെങ്കിലും ഒരു മതത്തെയും ഒരു ജാതിയും ഒരു വർഗത്തെയും ഇടിച്ചു താഴ്ത്തി സംസാരിക്കാതിരിക്കൂ. താങ്കളുടെ മനസ്സിലും ശരീരത്തിലും തലച്ചോറിലും ജാതിയും മതവും കടന്നു പിടിച്ചിരിക്കുന്നു. അത് കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ നല്ല മനുഷ്യനായ ബഹുമാനപ്പെട്ട വ്യക്തിയായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് കേൾക്കാം. മുസ്ലിങ്ങളുടെ ഒരു ആഘോഷങ്ങളോ അല്ലെങ്കിൽ അവരുടെ മതാചാരങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ഒരു കട പോലും അവിടെ തുടങ്ങാൻ സാധിക്കുമോ? ജനാധിപത്യം എവിടെ ഇരിക്കുന്നത്? അവിടെ മതാധിപത്യമാണ്. അവരുടെ മതത്തെയും മതാചാരങ്ങൾക്കും അനിഷ്ഠിതമായി മാത്രമേ മറ്റുള്ള മതക്കാർക്കൂടെ ജീവിക്കാനും പ്രവർത്തിക്കാനും സാധിക്കൂ. ഇതൊരു പകല് പോലെ സത്യമല്ലേ? നിങ്ങൾ പറയാൻ ഇവിടെ ഒരു രാഷ്ട്രീയക്കാർക്ക് തൻ്റെ ഇടമില്ലല്ലോ, ധൈര്യമില്ലല്ലോ. ഈ ബാക്കിയുള്ളവർ കുറ്റം എന്തിനാ പറയണത്? എല്ലാവരുടെ മനസ്സിലുണ്ടത്, എല്ലാവരുടെ മനസ്സിലും അറിയാം. പക്ഷേ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പറയുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇവർ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് അവർ സ്വയം പരിശോധിക്കട്ടെ. അവരുടെ ആചാരങ്ങൾ വരുമ്പോൾ ഒരാൾ ചായക്കട തോന്നിരിക്കാൻ ബന്ധുക്കളെ സമ്മതിക്കുമോ? എന്ത് നാട്ടിലും വഴക്കുണ്ടാക്കുക എല്ലാം അടപ്പിക്കല്ലേ. മുസ്ലിം ലീഗിനെതിരെ വീണ്ടും കടുത്ത പരാമർശവുമായി വെള്ളാപ്പള്ളി. മുസ്ലിം ലീഗ് കോൺഗ്രസിനെ വിഴുങ്ങിയതായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കോൺഗ്രസിൽ ഒരാളെ ചേർക്കണമെങ്കിൽ മലപ്പുറത്ത് ചോദിക്കണം. ലീഗിന് ധാർഷ്ട്യവും അഹങ്കാരവുമാണെന്നും UDF വന്നാൽ കെട്ടിത്തൂങ്ങിച്ചാകേണ്ടി വരുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഇപ്പോഴേ വിഴുങ്ങിയിരിക്കുകയല്ലേ. കോൺഗ്രസിനകത്ത് ഒരാളെ ചേർക്കണമെങ്കിൽ മലപ്പുറത്ത് നിന്ന് യോജിച്ചിട്ടല്ലേ ഇപ്പോഴും ചേർക്കുന്നത്. ഇത്തരം ഗതികെട്ടൊരു അവസ്ഥ കോൺഗ്രസിന് ഇന്ന് കേരളത്തിലുള്ളത് പോലെ വേറെ ആർക്കുണ്ട്? ഏത് കാര്യം പറയണമെങ്കിലും മിണ്ടണമെങ്കിലും ലീഗിനോട് ചോദിക്കണ്ടേ? കോൺഗ്രസിനകത്ത് ഒരാളെ ചേർക്കണമെങ്കിൽ ലീഗിൻ്റെ അനുവാദം വേണ്ടേ? ലീഗിൻ്റെ ദാർഢ്യം തന്നെ നോക്കുക. ഒരു വർത്തമാനത്തിൻ്റെ ദാർഢ്യം. ഒരു കേരളം 2 ടേം ഭരിച്ചു, 3ാമത്തെ ടേം ഭരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ പറ്റി പറയണത് എന്താണ്? ആണും പെണ്ണും കെട്ടണമെന്ന്. ഇങ്ങനെയൊക്കെയാണ് പറയണത്. ആരാണ് അവർ? പ്രധാനപ്പെട്ട ആളുകൾ. അതുപോലെ വേറുള്ള പ്രധാനപ്പെട്ട വലിയ ദിവ്യന്മാരായ ഈ ലീഗിലെ നേതാക്കന്മാർ ഭരണം ഇല്ലാഞ്ഞിട്ട് പോലും ഇവിടെ പറയുന്നതും ദുബായ് ചെന്ന് പറയുന്നത് എന്താണ്? 9.5 കൊല്ലം ഞങ്ങൾ പുറത്തു നിന്നു, ഇനി വരന്ന് കയറണം, മാത്രമല്ല 9.5 കൊല്ലം കൊണ്ട് പോയി മുഴുവൻ ഞങ്ങൾ പിടിച്ചിട്ട് എടുക്കും എന്ന് പറയുമ്പോൾ അവരുടെ ദാർഢ്യത്തിൻ്റെ സ്വരം. ഇപ്പോൾ ഭരണമില്ലാത്തപ്പോൾ ഇതാണ് പറയണമെങ്കിൽ ഭരണത്തിൽ വന്നാൽ നമ്മളൊക്കെ എവിടെ പോയിട്ട് കെട്ടിത്തൂങ്ങി ചാകേണ്ടി വരും. ഇവിടെയൊക്കെ ഭരണം വന്നാൽ മുസ്ലിം ലീഗിൻ്റെ അഹങ്കാരവും ദാർഢ്യവും എന്തുമാത്രം കടന്നുപോയി. ഇവിടെയൊക്കെ ഭരണം വന്നാൽ മുസ്ലിം ലീഗിൻ്റെ അഹങ്കാരവും ദാർഢ്യവും എന്തുമാത്രം കടന്നുപോയി.